ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവൾ ഈ ട്രെയിൻ കയറിയത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലേക്കാണ്. ഇന്നലെ വൈകുന്നേരം കണ്ണൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിൻ കയറി ഞങ്ങൾ ഇന്ന് രാവിലെ ചെന്നൈയിലെത്തി. ഇന്നലെ വൈകുന്നേരത്തെ ഓരോന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ടൈമും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒന്നും എടുക്കാനൊരു ക്ലിയറും ഉണ്ടായിരുന്നില്ല. എല്ലാം കൂടി തിരക്കായി പോയതുകൊണ്ട് ഇന്ന് ചെന്നൈയിലെ വിശേഷങ്ങൾ ഞാൻ ഫുൾ എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ എത്തി. അവിടുന്ന് ലോക്കൽ സ്റ്റേഷനിൽ വന്ന് താമ്പരത്തേക്കുള്ള ട്രെയിൻ പിടിച്ചു. അങ്ങനെ താമ്പരത്ത് നിന്ന് പോകുമ്പോൾ ഓരോ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ. റാം കെയർ ഓഫ് ആനന്ദി വായിച്ച ആൾക്ക് ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര സുഖമായിരിക്കും. അങ്ങനെ ഞങ്ങളിതാ മൂത്തച്ഛൻ്റെ വീട്ടിലെത്തി. ഇതെൻ്റെ ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞു. ഞങ്ങൾ കുഞ്ഞാവെ കാണാനാണ് മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. മുന്നേ ഏട്ടൻ വരുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു വന്നിട്ട് കുഞ്ഞാവെ കാണാൻ പോകണമെന്ന്. അങ്ങനെ കുഞ്ഞാവെ കാണാനാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ കുഞ്ഞാവയൊക്കെ കണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, വെറുതെ വീട്ടിലിരിക്കണോ, നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി എന്തെങ്കിലും കണ്ട് പർച്ചേസൊക്കെ ചെയ്ത് വന്നാലോ. അങ്ങനെയുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ വരുമ്പോൾ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചു. അവിടെ നിന്ന് ഞങ്ങളിത് 2 പേരും ഓട്ടോയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ചേട്ടനോട് പറയുന്നതിന് മുഖമൊക്കെ കാണിക്കുന്നു. അങ്ങനെ മൂപ്പൻ എങ്ങനെയൊക്കെ സഹികെട്ട് കാണിച്ചു അവിടെ ഇരുന്നു. അങ്ങനെ അതിൻ്റെ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടി ഞങ്ങളിങ്ങനെ പോവാണ്. എൻ്റെ നല്ല മനോഹരമായിട്ട് കണ്ണാടി കാണുന്നുണ്ടാവല്ലേ. അങ്ങനെ പുറത്തെ ഭംഗി, ചെന്നൈയിലെ ആ ഭംഗികളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോവാണ്. നല്ല തിരക്കുണ്ട്, നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല ട്രാഫിക്കുണ്ട്. കാരണം ഞങ്ങൾ സാറ്റർഡേ എത്തി. അവിടെ മൺഡേ സ്കൂൾ ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ 3-ാം തീയതി സ്കൂൾ ഓപ്പൺ ചെയ്തല്ലോ, അവിടെ ഓപ്പൺ ചെയ്യുന്നത് 8-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ എല്ലാ തിരക്കുകളും അന്നുണ്ടായിരുന്നു. സാറ്റർഡേ സൺഡേ നല്ല തിരക്കായിരുന്നു. കാരണം ഓരോരുത്തർക്കും പർച്ചേസ് ചെയ്യാനുണ്ടാവില്ല. അച്ഛനും അമ്മയും കുട്ടികളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു ഓരോ ഷോപ്പിലും. അങ്ങനെ ഞങ്ങൾ ക്രോംപെറ്റിലുള്ള സൂപ്പർ സർവണ സ്റ്റോറിലേക്കാണ് പോയത്. അവിടെയുള്ള ഉള്ളിക്കേരി ഓരോ കാഴ്ചകളൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, തിരക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഓരോ ഫ്ലോർ കഴിയുന്നതിനെ ഞങ്ങൾ ബാഗും അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത സാധനങ്ങളും ഒക്കെ ഓരോ ഫ്ലോറിൽ വെച്ച് അതിനുശേഷം അവിടെയുള്ള ഓരോ ആൾക്കാരെയും ബാഗൊക്കെ കാണിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം അവർ കയറ്റുന്നുള്ളൂ. അങ്ങനെ ഭയങ്കര തിരക്കാണ് അവിടെ കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴാണ് പോത്തീസ് കണ്ടത്. പോത്തീസിൻ്റെ ഉള്ളിലെ മനോഹാരിത ദൃശ്യങ്ങളൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട, ഞാനും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഇങ്ങനെ കാണുമ്പോഴൊക്കെ എല്ലാം എടുത്തു വെച്ചു എന്നുള്ള ഇതേ ഉള്ളൂ. അങ്ങനെ അവിടുത്തെ ഓരോ ഷോപ്പുകളും ഇങ്ങനെ നമ്മൾ പരിചയമുള്ള ഓരോ സംഭവങ്ങളും കാണുന്നുണ്ട്, പക്ഷേ മുഴുവൻ കാണാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു, എന്നാ സർവണ സ്റ്റോറൊക്കെ കയറി കണ്ടതില്ലേ, അപ്പം ചെന്നൈ സിൽക്സ് കൂടി ഒന്ന് കണ്ടാലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ആദ്യമേ ചെന്നൈ സിൽക്സ് കാണാൻ വേണ്ടി ഒന്നുകൂടി ഇറങ്ങി. അങ്ങനെ ഇപ്പം ഞങ്ങൾ പോകുന്നത് ചെന്നൈ സിൽക്സ് കാണാനാണ് സുഹൃത്തുക്കളെ. ചെന്നൈയിൽ വന്ന് ചെന്നൈ സിൽക്സ് കാണാതെ പോയി അവരെന്ത് വിചാരിക്കും. അങ്ങനെ ഞങ്ങൾ ചെന്നൈ സിൽക്സിൽ ഇതായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പുറത്തെ മനോഹര ദൃശ്യങ്ങളൊക്കെ ഒപ്പിയെടുത്ത് ഉള്ളിൽ കയറി. ഇതവിടെ ഒരു കുഞ്ഞ് ഗണപതിയുടെ, അല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഗണപതിയുടെ വിഗ്രഹമുണ്ട്. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു, എണ്ണ വേണോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു സാരി വേണം. അങ്ങനെ ഞങ്ങൾ അമ്മയ്ക്കൊരു സാരി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ചെന്നൈ സിൽക്സിൽ വന്നത്. അമ്മക്കാകുമ്പോൾ അവിടെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാരി എടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഫ്ലോറിൽ പോയി. അവിടെ ഒരുപാട് സാരികൾ ഇങ്ങനെ വെച്ചിട്ട് എനിക്കതൊക്കെ കണ്ടിട്ട് എൻ്റെ കൃഷ്ണ, അങ്ങനെ ഞങ്ങൾ ഓരോ സാരി ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ എത്ര റേറ്റ് പറയുന്നു അതിനനുസരിച്ചുള്ള എല്ലാ സാരികളും അവിടെ ഉണ്ടാവും. എന്ത് സാരി വേണം, ഏത് സാരി വേണമെന്ന് അവരോട് പറഞ്ഞാൽ മതി. അത്രയധികം സെലക്ഷനാണ് അവിടെ ഉള്ളത്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മാമ്പളം സ്റ്റേഷനിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ താമ്പരത്ത് നിന്ന് മാമ്പളത്തേക്ക് പോവാണ്. അവിടെ സ്റ്റേഷനിലെത്തി. അവിടെ പാണ്ഡ്യൻ ബാംഗിൾസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ കണ്ട പാണ്ഡ്യൻ ബാംഗിൾസിലെത്തി. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ചെറിയ പൈസക്ക് കമ്മലും വളയും ഒക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്കൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ്. നടന്ന് വകയായിരുന്നു ഞാൻ. അങ്ങനെ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുത്തു. അവിടെ ഒരു സ്ഥലം കാണുന്നില്ലേ, GRT കേട്ടോ അതിൻ്റെ പേര്. അങ്ങനെ അതൊക്കെ കണ്ട്. ഇവിടെയും സർവണ സ്റ്റോറും പോത്തീസും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കാതിലകളും വളകളും ഇങ്ങനെ ഡ്രസ്സൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പും നമുക്ക് നടന്ന് കാണാൻ തന്നെയുണ്ട് ഒരുപാട് സംഭവങ്ങൾ. ഇതൊന്നും അല്ല കേട്ടോ, ഇതിൽ കൂടുതലാണ്. നടന്ന് ഞാൻ വയ്യാണ്ടായി. അയ്യോ എൻ്റെ കൃഷ്ണ,
ഒടുക്കം ഒരു ഷാളും വാങ്ങി തലയിലോട്ടിട്ട് ഞാൻ ഇങ്ങനെ നടന്ന് നീങ്ങി. ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. നടന്നൊരു ഭാഗമായി. ഞാൻ ഇടയ്ക്കൊരു ഫ്രൂട്ട് കുടിച്ചതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം മൂത്തമ്മ, ചേച്ചി, ഇത് ഞങ്ങളെ കൃഷി ബേബി കിടന്ന് കളിക്കുകയാണ്. അങ്ങനെ ചേച്ചിയുടെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. തിരിച്ച് വൈകുന്നേരം പോകാനാവും ഞങ്ങൾ മൂത്തച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ അവരുടെ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഇത്. അങ്ങനെ അവിടുത്തെ പുറത്തെ കാഴ്ചകളും മനോഹര ദൃശ്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ ഒപ്പി എടുക്കുകയാണ്. ചേച്ചി പറഞ്ഞു എല്ലാം പറഞ്ഞു കൊടുക്കണേ. ഞാൻ പറഞ്ഞു എല്ലാം പറഞ്ഞു കൊടുത്തോളാം. അങ്ങനെ തിരിച്ച് വൈകുന്നേരം ഞങ്ങൾ ആദ്യം തിരിച്ച് സ്റ്റേഷനിലെത്തി. അപ്പോൾ ജിതേഷായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ട്രെയിനിൽ ഇപ്പോൾ ഒന്നും ഓപ്പൺ ചെയ്തില്ല. ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കണ്ണൂരെത്തി.